അതെ, യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് പല ആൾക്കാർക്കും പല ഡൗട്ടുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ IDP വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി സാധിക്കും. ഏതാത് കമ്പനികളിൽ വന്നിട്ട് ലൈസൻസ് വെച്ചിട്ട് ഓടിക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും. ഇപ്പോൾ 2 രീതിയിൽ വേണമെങ്കിൽ ഇവിടെ ലൈസൻസ് എടുക്കാം. ഒന്ന് ഇന്ത്യൻ ലൈസൻസ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് യൂറോപ്യൻ ലൈസൻസ് ആയിട്ട് ഇവിടുത്തെ ടെസ്റ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു അടിയിലേറ്റ ഒരു കോഡ് എഴുതി വെക്കും. കോഡ് 17 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതി വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വൺസ് ഇവിടുന്ന് ഈ രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്തേക്ക് മൂവ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ലൈസൻസ് ആ രാജ്യത്ത് ഒരിക്കലും കൺവേർട്ടായി കിട്ടില്ല. അത് മാത്രമല്ല, ആ സമയത്ത് ഈ രാജ്യത്തിൻ്റെ TRP നമ്മുടെ നിന്ന് മറ്റേ ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അത് റിന്യൂവൽ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ രീതിയിൽ ഫസ്റ്റ് ഓരോരോ സെക്ഷനായിട്ട് കാർ എടുത്ത് അങ്ങനെ തന്നെ ഓരോ സെക്ഷനായിട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ അവിടെ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ലൈസൻസ് എടുക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നും പിന്നെ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിക്കോഷൻസാണ് ഇതിന് വേണ്ടി എടുക്കുന്നതെന്നും എന്തൊക്കെ പഠിക്കാനുണ്ടെന്നും ഏത് രീതിയിലാണ് ഇത് എടുക്കാൻ പറ്റുക എന്നുള്ളതും വിശദമായിട്ട് ബൈ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും.